ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് പാവയ്ക്ക കിച്ചടിയാണ്. കല്യാണ സദ്യയ്ക്ക് ഇപ്പോൾ സ്പെഷ്യലായിട്ട് തയ്യാറാക്കുന്ന ഒരു കിച്ചടിയാണ് പാവയ്ക്ക. രണ്ട് തരത്തിൽ ചില സ്ഥലങ്ങളിൽ തയ്യാറാക്കാറുണ്ട്, രണ്ട് രീതിയിലും കാണിക്കുന്നുണ്ട്. തേങ്ങ അരച്ച് കിച്ചടി വയ്ക്കുന്നതും കാണിക്കുന്നുണ്ട്, അല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാവയ്ക്ക ഇതേപോലൊരു രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടി കൂടിയാൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് താമസിക്കും. എല്ലാം ഒരേ കനത്തിന് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് നമുക്ക് എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വെളിച്ചെണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് കുറേശ്ശെയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. പാവയ്ക്കയിൽ ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മൾ തൈരൊക്കെ ചേർക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്താലും മതി. ഇപ്പോൾ നമ്മുടെ പാവയ്ക്കയ്ക്ക് ഒരു ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ നിന്ന് കുറച്ചുകൂടെ ഒന്ന് കൂട്ടിയതിന് ശേഷം കോരി മാറ്റാം. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പാവയ്ക്ക എണ്ണ കുടിക്കത്തില്ല. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടി ഇതൊന്ന് വറുത്ത് കോരാവുന്നതാണ്. കണ്ടോ, ഈ ഒരു സ്റ്റേജിലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പാവയ്ക്ക നമ്മൾ ഫ്രൈ ചെയ്ത് കോരി മാറ്റിയിട്ടുണ്ട്. കണ്ടോ, ഇത്രയും കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഒടിച്ചാൽ ഒടിയുന്നൊരു പരുവമായിരിക്കണം, ആ ഒരു രീതിക്കാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ അല്പം തേങ്ങയും പച്ചമുളകും ഒരല്പം കടുകും ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. കിച്ചടിക്ക് അരയ്ക്കുന്ന പോലെ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. ഇനി താളിക്കാനായിട്ട് ചെറിയ ഉള്ളി അരിഞ്ഞതും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് നല്ല കട്ട തൈരാണ്, അധികം പുളിപ്പില്ലാത്ത കട്ട തൈരാണിത്. ഈ തൈരിലേക്ക് ഒരല്പം ഉപ്പ് ചേർത്ത് നമുക്ക് നല്ലതുപോലെ കട്ടകളൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ പാവയ്ക്ക വറുത്ത് വെച്ചിരിക്കുന്നത് തൈരിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല, അല്ലാതെ തൈര്, കട്ട തൈരിൽ, അധികം പുളിപ്പില്ലാത്ത കട്ട തൈരിലാണ് നമ്മൾ പാവയ്ക്ക വറുത്തത് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ താളിച്ച് വെച്ചിട്ടുള്ളത് കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക, ഇത് കിച്ചടിയല്ല, നമ്മൾ തേങ്ങ ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് കിച്ചടിയല്ല. ഈ ഒരു രീതിക്ക് കൂടി നിങ്ങൾ ചെയ്ത് നോക്കാം. സൂപ്പർ ടേസ്റ്റാണ്. അധികം പുളിപ്പില്ലാത്ത തൈര് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരു പ്രാവശ്യം നിങ്ങൾ ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇനി നമ്മൾ സദ്യക്കൊക്കെ തയ്യാറാക്കുന്നത് തേങ്ങ അരച്ചത് കൂടി ചേർത്താണ്. തേങ്ങ അരയ്ക്കുമ്പോൾ നമുക്ക് എത്രത്തോളം കട്ടി വേണം അതിനനുസരിച്ച് നമ്മൾ വെള്ളം ചേർക്കാതിരിക്കുക. നമ്മൾ തൈര് ചേർത്താണ് അരച്ചിട്ടുള്ളത്. ഞാൻ അല്പം ലൂസിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. നമ്മൾ സദ്യക്കൊന്നും ഇത്രത്തോളം ലൂസ് കാണില്ല. കുറച്ച് നമ്മൾ ലൂസായിട്ട് കലക്കിയെടുത്താൽ നമുക്ക് ഒഴിച്ച് കറിയായിട്ട് വേണമെങ്കിലും എടുക്കാവുന്നതാണ്. നിങ്ങൾ കിച്ചടിയായിട്ടാണ് തയ്യാറാക്കുന്നതെങ്കിൽ ഇത്രത്തോളം ലൂസ് ആവശ്യമില്ല. എല്ലാവരും തയ്യാറാക്കി നോക്കുക. ബൈ.